ജിമ്മിൽ 1.5 മണിക്കൂർ ചിലവഴിക്കും. ഒന്നാമത്തെ വർക്കൗട്ട് എടുത്തു. ചടപടെ 10 റെപ്പ്, 3 സെറ്റ് കഴിഞ്ഞു. വെയിറ്റ് കൂട്ടുന്നുണ്ട്, റെപ്സ് എണ്ണുന്നുണ്ട്, ഒരു ദിവസം പോലും മുടക്കുന്നില്ല. പക്ഷെ ആ മസിൽ മാത്രം അങ്ങോട്ട് വളരുന്നില്ല. ഇങ്ങ് വന്നേ. എന്നിട്ട് ഇനി അങ്ങോട്ടൊരു കുഞ്ഞു കാര്യം മനസ്സിലാക്കി അപ്ലൈ ചെയ്താലുണ്ടല്ലോ, പിന്നെ ആ മസിലൊക്കെ ഇന്ന് വരെ റെസ്പോണ്ട് ചെയ്ത പോലെ ആവില്ല അവിടുന്ന് അങ്ങോട്ട്. ഇതിന് ഒരു ഗംഭീര പേരും ഉണ്ട്, ടൈം അണ്ടർ ടെൻഷൻ. കേട്ടിട്ട് ടെൻഷനായോ? ഇത് ആ ടെൻഷൻ അല്ലാന്നേ. മസിൽ നല്ല കട്ടയ്ക്ക് വളരണമെങ്കിൽ അതിന് ടെൻഷൻ വേണം. എന്ന് വെച്ച് കൂടുതൽ സെക്കൻഡ് ഈക്വൽ ടു കൂടുതൽ മസിൽ ഗ്രോത്ത് എന്നൊരു മാജിക് ഫോർമുല ഒന്നുമില്ല. സെറ്റ് എത്ര സെക്കൻഡ് നീളുന്നു എന്നത് മാത്രമല്ല, വെയിറ്റ് കൺട്രോൾ ചെയ്യുകയാണോ, ടാർഗറ്റ് മസിൽ ശരിക്കും ലോഡ് എടുക്കുന്നുണ്ടോ, മൊമെൻറ്റം കൊണ്ട് എക്സസൈസ് കൊളാക്കുന്നുണ്ടോ, സെറ്റ് ആവശ്യത്തിന് ചാലഞ്ചിങ് ആണോ, ഇവിടെയാണ് ക്വാളിറ്റി വരുന്നത്. ഇപ്പോൾ മനസ്സിലായോ? പേരിന് എന്തെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ട് ഓടിപ്പോകുമ്പോൾ എന്താ മിസ്സാവുന്നത് എന്ന്? തീർന്നില്ല. ഇവിടെ വളരെ സ്പെസിഫിക്കായി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഓരോ റെപ്പിലും 2 ഫേസസ് ഉണ്ട് എന്നറിയാമല്ലോ. ഒന്ന്, നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത്, അതായത് കോൺസെൻട്രിക്. 2, വെയിറ്റ് തിരിച്ചിറക്കുന്നത്, അതായത് എക്സെൻട്രിക്. ഒരുപാട് പേർ എല്ലാ എഫേർട്ടും ഈ കോൺസെൻട്രിക്കിൽ കൊണ്ടുപോയിടും. ഗ്രിപ്പ് എടുക്കുന്നു, സ്പോട്ടറെ നിർത്തുന്നു, എയർ പിടിക്കുന്നു, അലറുന്നു, അങ്ങനെ ആകെ ജഗപുകയായിരിക്കും. എന്നിട്ട് എക്സെൻട്രിക് വരുമ്പോഴോ അത് ഗ്രാവിറ്റിക്ക് അങ്ങ് വിട്ടുകൊടുക്കും. എന്നിട്ട് എന്തൊരു ഈസി ആയിട്ടല്ലേ വെയിറ്റ് എടുക്കുന്നത്, ഞാൻ ആരാ മോൻ അല്ലെങ്കിൽ മോൾ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ സയൻസ് അങ്ങനെ അല്ലാന്നേ. മസിൽ ഗ്രോത്തിന് കോൺസെൻട്രിക്കും എക്സെൻട്രിക്കും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സെൻട്രിക് വരുമ്പോൾ വെയിറ്റ് ഗ്രാവിറ്റിക്ക് അങ്ങ് വിട്ടുകൊടുക്കാതെ കൺട്രോൾഡായി തിരിച്ചിറക്കണം. അതുകൊണ്ട് ടാർഗറ്റ് മസിലിൽ ലോഡ് മെയിൻറ്റെയിൻ ചെയ്യാനും മൂവ്മെൻറ്റ് ക്വാളിറ്റി കളയാതെ റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പകുതി പണി ഗ്രാവിറ്റി ചെയ്യും. എന്തൊരു കഷ്ടമല്ലേ? അപ്പോൾ ഇനി നാളെ ജിമ്മിൽ പോകുമ്പോൾ വെയിറ്റ് കൂട്ടുന്നതിനല്ല തിടുക്കം കാണിക്കേണ്ടത്. റെപ്സ് അവിടെ അതുപോലെ നിൽക്കട്ടെ. ഒപ്പം ഒരു 2-3 സെക്കൻഡ് എടുത്ത് വെയിറ്റ് കൺട്രോൾഡായി താഴേക്ക് കൊണ്ടുവന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ശരിക്കും ആ മസിൽ നമുക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ കിട്ടുന്ന റിസൾട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ സമയത്തെ സാറ്റിസ്ഫാക്ഷനും ഒക്കെ എനിക്കിവിടെ മനസ്സിൽ വ്യക്തമായിട്ട് കാണാം. എന്നാലും ഒരു സന്തോഷത്തിന് ആ സെഷൻ കഴിഞ്ഞ് എന്നോട് വന്ന് പറയാമോ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന്? എങ്കിൽ ഇനിയും ഇങ്ങനെ ഒരുപാട് ടിപ്സുമായി വരാം. അതിനുവേണ്ടി മറക്കാതെ റീൽസ് സേവ് ചെയ്തോളൂ. പിന്നെ ക്വിക്കി മോഡിൽ വർക്കൗട്ട് ചെയ്യുന്ന ഫ്രണ്ടിന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആ മസിലും വളരട്ടെ. ഓക്കെ.